ഹായ് ഫ്രണ്ട്സ്, ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് ആ ഒരു സന്തോഷത്തിൽ ശ്രീമോനാണെങ്കിൽ കാശിയുടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് വെളിയിലോട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മച്ചി അച്ചു അമ്പിയും കൂടെ വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അമ്മച്ചി ഉള്ളത് കൊണ്ട് തന്നെ അച്ചു ഭയങ്കര പതുക്കെയാണ് വരുന്നത്. ഇവർ രാവിലെ ഇറങ്ങിയതാണ്. നോക്കിയിരുന്ന് ഞങ്ങൾ കുഴഞ്ഞ്. അപ്പോൾ ശ്രീമോനാണെങ്കിൽ അച്ചുവിൻ്റെ വണ്ടി കണ്ടതിൻ്റെ സന്തോഷമാണ്. അച്ചു വന്നതെന്ന് മനസ്സിലായി. അതിനകത്ത് വേറെ ആരൊക്കെ ഉണ്ടെന്നൊന്നും കുഞ്ഞിനെ അറിയത്തില്ല. അപ്പോൾ അമ്പിയെ അമ്മച്ചിയെ കണ്ടിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തൊന്നും ആദ്യമൊന്നും പോകത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ അവൻ പോകത്തുള്ളൂ കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷപ്രകടനമാണ്, ഡാൻസാണ്. അല്ലെങ്കിലും കുഞ്ഞിന് വീട്ടിലോട്ട് ആരെങ്കിലും വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ തന്നെ ഇരിക്കുമല്ലേ, അവന്മാർ രണ്ടുപേരും തന്നെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്, വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഭയങ്കര ഡാൻസ് കളിയാണ്. അമ്പി ആദ്യം വിളിച്ചിട്ടൊന്നും ഇവൻ പോകുന്നൊന്നുമില്ലായിരുന്നു. ആ ഡാൻസ് ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം അമ്മച്ചിയുടെ അടുത്ത് ഞാനാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി മാസമായി വാവാന്ന് കിടന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴെല്ലാം അമ്മച്ചി പറഞ്ഞു, എടി ചൂടല്ലേ, നമ്മുടെ പത്തനംതിട്ടയാണെങ്കിൽ ഇവിടെ കൊല്ലത്തിൻ്റെ അത്രയും ചൂടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചൂട് അമ്മച്ചിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ചൂടൊക്കെ ഒന്ന് മാറി മഴയൊക്കെ ഒന്ന് പേട്ടെ, അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ഈ കാശിയെ ഞാനിപ്പോൾ ട്യൂഷനും വിട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശിക്കാണെങ്കിൽ ട്യൂഷന് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഏട്ടൻ കൊണ്ടുവിടണം അല്ലെങ്കിൽ കൊണ്ടുവരണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ശ്രീമോനെ ഇവിടെ എടുത്തിട്ട് തന്നെ പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അമ്മച്ചി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അമ്മച്ചിയുടെ അടുത്ത് അമ്മച്ചിക്ക് എടുക്കാൻ പറ്റത്തില്ലെങ്കിലും അമ്മച്ചി നോക്കുമല്ലോ അവനെ. അതുകൊണ്ടാണ് അമ്മച്ചിയെ വിളിച്ച് ഞാൻ വരുത്തിയതും. അപ്പോൾ അമ്മച്ചി ഇനി കുറേ നാൾ നിന്ന് നമ്മുടെ കൂടെ കാണും. അപ്പോൾ അമ്മച്ചി വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന കുറേ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ശ്രീമോനാണെങ്കിൽ നമ്മുടെ ആശ കൊടുത്തു വിട്ടതാണ് കേട്ടോ പാമ്പസ് ഒരു പാക്കറ്റ്. അതാണല്ലോ അവന് മെയിനായിട്ട് വേണ്ടുന്നത്. പിന്നെ ചക്കയും പനിക്കൂർക്കയും മുല്ലയൊക്കെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കഥകളൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക.